ഫ്രണ്ട്സ്, ഞാൻ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ രാവിലെ നമ്മുടെ മണിക്കുട്ടിയുടെയും ആടുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചതിന് ശേഷം എനിക്കിങ്ങനെ ഒരു പണിയും കൂടി ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ അരിഞ്ഞ് കൂട്ടി വെച്ചിട്ടുണ്ടോ, വൈക്കോലാണ്. അപ്പോൾ രണ്ട് പാടം, ഒരാളുടെ പാടാണിത്. അപ്പോൾ വൈക്കോൽ വെറുതെ കെട്ടിയാണ്. അപ്പോൾ മണിക്കുട്ടിൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, അപ്പോൾ രണ്ട് പാടത്തത് വൈക്കോൽ വെറുതെ അരിഞ്ഞു കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ എന്നും രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഞാൻ ഇവിടെ ഈ പാടത്താണ് എത്തുക. ഇന്നിപ്പോൾ എനിക്ക് കൂട്ടിനിതാ വലിയൊരു ആനപ്പോത്തുണ്ട്, കുറച്ച് കൊക്കുകളും എല്ലാവരും ഉണ്ട്. എല്ലാ ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ് ഉണ്ടാവുക. അപ്പോൾ മക്കളെ, ഇതാണ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം. ഒരു ജോലി കഴിഞ്ഞ് അങ്ങോട്ട് തിരിയുമ്പോഴേക്കും വേറൊന്ന് കിട്ടിയോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഞാൻ രാവിലെയും വൈകുന്നേരമൊക്കെ വന്നിട്ട് അരിഞ്ഞിങ്ങനെ കൂട്ടാക്കി വെക്കലാണ്. എന്നിട്ട് നമ്മളെ സൗകര്യത്തിന് എടുത്ത് കൊണ്ടുപോകലാണ് ചെയ്യുക. അപ്പോൾ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ഇത് എല്ലാതും കൂടെ അരിഞ്ഞ് വെച്ച് കൂട്ടാക്കി വെച്ചിട്ട് ഒരുപാട് ആയതിൻ്റെ ശേഷം ഒരു വണ്ടിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഒരു റോള് വൈക്കോലിനൊക്കെ 300 രൂപയ്ക്കാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇതിന് ക്യാഷൊന്നും കൊടുക്കണ്ട, അതിൻ്റെ ഓണർ പറഞ്ഞാണ് അരിഞ്ഞ് കൊണ്ടുപോയിക്കോളാൻ. അങ്ങനെ ഞാൻ 2 ആളെ ഏൽപ്പിച്ചിരുന്നു ഇതൊന്ന് അരിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്ക് കുരുമുളക് നുള്ളുന്നതിൻ്റെയും അവരുടേതായിട്ട് ഒരുപാട് ചുറ്റുപാടൊക്കെ ഉണ്ടായതുകൊണ്ട് അവരാരും കിട്ടിയില്ല. അപ്പോൾ ഞാൻ തന്നെ 2 നേരം വരികയാണ്. അപ്പോൾ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ട് വീട്ടിൽ തിരിച്ച് പോവും, എന്നിട്ട് മോളെയും കൊണ്ട് സ്കൂളിൽ പോവും. ഇതാണ് ഇപ്പോഴത്തെ പരിപാടി. അപ്പോൾ വീഡിയോ ഇടാൻ വൈകുന്നതിന് കാരണം ഇതാണെന്ന് മനസ്സിലായില്ല. അപ്പോൾ എല്ലാവരും എന്നോടൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലുള്ള എൻ്റെ സന്തോഷവും സങ്കടമൊക്കെ നിറഞ്ഞ വീഡിയോസ് ഇനിയും വരും കേട്ടോ. ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്നിപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് മനസ്സിലായല്ലോ. എൻ്റെ ലൈഫ് ഇപ്പോൾ ഈ ഒരു കഷ്ടപ്പാട് കൂടെയാണ് പോണത്. ഞാൻ പോണ പോക്കിലിതാ ഒരുപാട് കണ്ടില്ലേ, ഇവിടെയൊക്കെ ഒരുപാട് നെല്ലൊക്കെ ഉണ്ടായിരുന്നാണ്. ഇതുപോലെ ഓരോരുത്തർ കൊണ്ടുപോയിട്ട് അപ്പോൾ ഈ പാടത്തിൻ്റെ ഓണർമാർ വന്ന് ഈ പാടമൊക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ പച്ചക്കറി വിത്തൊക്കെ നട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ പയറായിട്ടും ഓരോ വിത്തുകൾ പാകിയതാണ്. അപ്പോൾ അതുപോലെ ആ പാടത്ത് നോക്കാൻ വേണ്ടിയിട്ട് ആ പാടത്തിൻ്റെ ഓണർ എത്രയും പെട്ടെന്ന് ആ വൈക്കോലൊക്കെ അരിഞ്ഞ് കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം രാവിലെയും വൈകുന്നേരമൊക്കെ വന്ന് ഒരു 2-3 മണിക്കൂറൊക്കെ അരിഞ്ഞിട്ട് തിരിച്ച് മണിക്കുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്കൊരു പോക്കാണ്. അത് കാരണം നമുക്ക് വീഡിയോസൊന്നും കറക്റ്റായിട്ട് ഇടാൻ പറ്റാറില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തൊരു ജോലിയാണ് പാടത്ത് നെല്ല് കൊയ്യുക എന്നുള്ളത്. അപ്പോൾ അതും ചെയ്ത് പഠിച്ചു. എല്ലാറ്റിലും എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത് നല്ലതാണല്ലോ. അപ്പോൾ പാടത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ മകൻ, അവൻ ചെറുതായിട്ട് പനിയും ജലദോഷമൊക്കെയാണ്. അപ്പോൾ സ്കൂളിൽ പോയിട്ടില്ല, ആൾ ഗെയിം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടിയാനെ ഈ അടുക്കളയിൽ ഭയങ്കര ചെണ്ടുട്ടിലാണ്. അങ്ങനെ ഇവർ 2 പേരെയും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോവാണ് ഏട്ടൻ. എൻ്റെ കുട്ടിക്കുറിപ്പ് പൊടിമോളുടെ കുളിയും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ അവളെ വേഗം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ അണിയിച്ച് നേരെ സ്കൂളിൽ കൊണ്ട് ചെന്നാക്കി തിരിച്ചു വന്നു. അതിനുശേഷം ഞങ്ങളുടെ പ്ലാവിൽ നിറയെ ചക്ക ഉണ്ടായിരുന്നു. കുറേ ദിവസമായിട്ട് ഞാനതിങ്ങനെ നോട്ടിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. അങ്ങനെ ഇന്ന് ഞാൻ ഏപ്പറ്റി അമ്മയും കൂടി അത് കുത്തി താഴെ ഇട്ട് അതിലൊന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിൽ ചെറുതായിട്ടൊരു മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ പച്ചയ്ക്ക് തിന്നാനൊരു രസം തോന്നി.
അപ്പോൾ ഇന്നത്തെ കലാശക്കൊട്ട് ഈ ചക്കയിലാണ് അവസാനിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണുന്നവരുടെ വീട്ടിൽ ഇതുപോലെ ചക്കയും മാങ്ങയും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ടൊക്കെ കാണാം.